ഊട്ടിയിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയുള്ള കോത്തഗിരിയിലെ കേതരേൻ വെള്ളച്ചാട്ടം കാണുവാനാണ് ഇന്നത്തെ യാത്ര. പോകുന്ന വഴിയിൽ കണ്ട അതിമനോഹരമായ ഒരു തേയിലത്തോട്ടമാണിത്. ഊട്ടിയിൽ നിന്ന് കോത്തഗിരിയിലേക്കുള്ള വഴിയിൽ ഇതുപോലുള്ള ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ കണ്ട് ഞങ്ങൾ കോത്തഗിരി ടൗണിലേക്ക് പ്രവേശിച്ചു. കോത്തഗിരി ടൗണിൻ്റെ പ്രധാന കേന്ദ്രമായ ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിൽ ഒരു ചായ കുടിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ വണ്ടി സൈഡാക്കി ഇറങ്ങി. അവിടെ നിന്ന് താഴോട്ട് നോക്കിയപ്പോൾ കാണുന്ന മനോഹരമായ കാഴ്ചയാണ് മലകളും വീടുകളും നിറഞ്ഞ അതിമനോഹരമായ മറ്റൊരു കാഴ്ച. ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി കോത്തഗിരി ടൗണിലാണ്. നമ്മളെ മുരുകേശണ്ണന്റെ ചായക്കടയിലാണ് ഞങ്ങളുള്ളത്. മുരുകേശണ്ണന്റെ വളരെ ടേസ്റ്റുള്ള ചായ ഞങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കോത്തഗിരി ടൗണില് ബസ് സ്റ്റോപ്പിന്റെ നേരെ മുന്നിലാണ് ഈ ഒരു ഷോപ്പ് ഉള്ളത്. സൂപ്പർ ചായ, മുരുകേശണ്ണന്റെ ചായ എല്ലാവരും കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. വടയുണ്ട്, 26 ചായ. ഇതെന്താ ഉഴുന്നുവട. ഇത് ബൗള് മാതിരി. ഇത് മുരുകേശണ്ണന്റെ ഷോപ്പിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കടികളൊക്കെ ഇവിടെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അമ്മന്റെ പേരെന്താ? അല്ലി. അള്ളിയമ്മയാണ് പിന്നെ പൊരികളൊക്കെ ഉണ്ടാക്കുന്നത്. അള്ളിയമ്മനെ കാണാം. ഓക്കെ എന്നാ ഉയരം കൂടുന്തോറും ചായയുടെ ടേസ്റ്റ് കൂടുമെന്ന പരസ്യവാചകം പോലെ തന്നെ കോത്തഗിരിയിലെ മുരുകേശണ്ണന്റെ ചായ ഒരു സംഭവം തന്നെയായിരുന്നു. അതിൻ്റെ ഉണർവോടുകൂടി ഞങ്ങൾ കോത്തഗിരിയിൽ നിന്ന് കേതരേൻ വെള്ളച്ചാട്ടത്തിലേക്ക് യാത്ര തിരിച്ചു. 4 കിലോമീറ്ററാണ് കോത്തഗിരിയിൽ നിന്ന് കേതരേൻ വെള്ളച്ചാട്ടത്തിലേക്കുള്ളത്. ആ 4 കിലോമീറ്റർ അതിമനോഹരമായ കാഴ്ചകളാണ് ഞങ്ങൾക്ക് സമ്മാനിച്ചത്. വെള്ളച്ചാട്ടത്തിലേക്കുള്ള റോഡ് മാർഗം ഇവിടെ തീരുകയാണ്. ഇനി അല്പം നടന്നു പോകാനുണ്ട്. റോഡിൻ്റെ ഇരുവശങ്ങളിലായി കണ്ട അതുപോലെ തന്നെയുള്ള മനോഹരമായ കാഴ്ചയാണ് നടന്നു പോകുമ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നടക്കുന്നതിൻ്റെ ദൂരമോ പ്രയാസമോ നാം അറിയാതെ പോവുകയാണ്. വെള്ളച്ചാട്ടത്തിലേക്കുള്ള ഈ നടത്തത്തിനിടയിൽ 1-2 കാട്ടുപോത്തുകളെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ കുളിക്കാനിറങ്ങുന്ന ആളുകളോട് പ്രത്യേകിച്ച് ഉണർത്താനുള്ളൊരു കാര്യം, വെള്ളച്ചാട്ടത്തിൻ്റെ പരിസരത്ത് ഒരുപാട് കുരങ്ങുകളുണ്ട്. ഒരു പക്ഷേ നമ്മൾ ചെല്ലുന്ന സമയത്ത് അവരെ കണ്ടുകൊള്ളണമെന്നില്ല. പക്ഷെ നമ്മൾ ഡ്രസ്സൊക്കെ അയച്ചു വെച്ച് നമ്മുടെ ഫോണ് പേഴ്സൊക്കെ പാറപ്പുറത്ത് വെച്ച് നമ്മൾ കുളിക്കാൻ ഇറങ്ങുന്ന സമയത്ത് ഇവരത് വന്ന് എടുത്തുകൊണ്ട് പോകും. അതുകൊണ്ട് കുളിക്കാൻ ഇറങ്ങുന്ന ആളുകൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ ഭാഗം വളരെ സേഫായിട്ട് കുളിക്കാൻ പറ്റുമെങ്കിലും മുകൾ ഭാഗത്ത് നന്നായിട്ട് സ്ലിപ്പാവുന്ന സ്ഥലങ്ങളുണ്ട്. അതും ശ്രദ്ധിക്കുക.
ഊട്ടിയുടെ തൊട്ടടുത്തുള്ള കോത്തഗിരിയിലെ അതിമനോഹരമായ കാഴ്ചകളും വെള്ളച്ചാട്ടവും പരിചയപ്പെടുത്തുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. ഈ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ താഴെ കാണുന്ന റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ ഷെബി PE.